എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രഞ്ജിതയും പൂജയും നിന്ന് സംസാരിക്കുകയാണ്. അപ്പം സുമിത്ര ഇവിടെ വന്ന കാര്യങ്ങളും സുമിത്ര വളരെ മോശമായിട്ടാണ് രഞ്ജിതയുടെ അടുത്ത് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ പൂജയോട് വള്ളി പുള്ളി തെറ്റാതെ കുറച്ചുകൂടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് നമ്മുടെ രഞ്ജിത ഇങ്ങനെ തകർത്ത് അഭിനയിച്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലോ തൻ്റെ അമ്മ എന്തോ വലിയൊരു അപരാധം ചെയ്തെന്നും അത് രഞ്ജിത ആൻറ്റിക്ക് വലിയ രീതിയിൽ ഫീൽ ചെയ്തെന്നും ഒക്കെ മനസ്സിലാക്കി. അപ്പം ഇവളാണെങ്കിൽ ആൻറ്റി ക്ഷമിക്കണം, എന്തായാലും ഒരു കാരണം കൊണ്ടും ഞാൻ ആൻറ്റിയെയും അതുപോലെ തന്നെ പങ്കജിനെയും അങ്കിളിനെയും ഒന്നും തെറ്റിദ്ധരിക്കില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എൻ്റെ അച്ഛനോടുള്ള സ്നേഹം ആൻറ്റിക്ക് എന്നോടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ആൻറ്റിയോട് മോശമായിട്ട് സംസാരിച്ചതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല മോളെ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നിന്റെ അമ്മ കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞതും പൂജയാണെങ്കിലോ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാറ്റിയെടുക്കാം, ആൻറ്റി വിഷമിക്കരുത്. എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛനെ ഏറ്റവും അധികം മനസ്സിലാക്കിയതും ആൻറ്റി തന്നെയാണല്ലോ. ആ ആൻറ്റിയുടെ കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറഞ്ഞ് രഞ്ജിതയോട് ചേർന്ന് നിന്ന് നമ്മുടെ പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പൂജയെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലാണല്ലോ രഞ്ജിത കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം രഞ്ജിതയ്ക്കാണെങ്കിൽ ഉള്ളുകൊണ്ട് നല്ല സന്തോഷമാണ്. എന്തൊക്കെ വന്നാലും തൻ്റെ ആഗ്രഹം പോലെ തന്നെ തൻ്റെ ഏട്ടൻ്റെ സ്വത്തുക്കളൊക്കെ അത് തൻ്റെ അധീനതയിലും തൻ്റെ മകൻ്റെ ആ ഒരു കൈപ്പിടിയിലും തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു സന്തോഷം. അതുമാത്രമല്ല ഇവള് പൂജയെ കൂടെ നിർത്തുന്നതിലൂടെ സുമിത്രയെ തകർക്കാനും സാധിക്കും. അപ്പം മാനസികമായിട്ട് സുമിത്രയെ എങ്ങനെയെങ്കിലും തകർക്കണം. സാമ്പത്തികമായിട്ട് ഇപ്പം എന്താ സുമിത്ര പഴയതുപോലെ ശ്രീനിലയത്തിലേക്കൊക്കെ എത്തിപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി സുമിത്രയെ മാനസികമായിട്ട് മാത്രമേ തളർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി രഞ്ജിത അവളുടെ കരുക്കൾ നീക്കുകയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ പൂജ എന്ന് പറയുന്ന ആ മകള് രഞ്ജിതയ്ക്കൊപ്പം നിന്ന് കളിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ പ്രതീഷ് സ്വരമോളെയും അനന്യയും ഒക്കെ കൂട്ടി എത്തിയ പാടെ തന്നെ പ്രതീഷ് കുഞ്ഞിനോട് പറഞ്ഞു, മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ട ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം മോള് കഴിക്കട്ടോ. ഇനി എന്തെങ്കിലും ആഗ്രഹം എൻ്റെ സ്വരമോൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സ്വരമോളാണെങ്കിലോ എനിക്കിനി ഒന്നുമില്ല, എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായെന്നും പറഞ്ഞ് സ്വരമോൾ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം അനന്യയ്ക്കാണെങ്കിലും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ഇത്രയും കാലവും തൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തിയ സ്വരമോളെ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് അനന്യയ്ക്കുള്ളത്. അനന്യ ഈ സങ്കടത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനിരുദ്ധ അങ്ങ് വന്നു. അനിരുദ്ധിനോട് അനന്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രതീഷ് കൊച്ചിൻ്റെ പിന്നാലെ നടന്ന് കൊച്ചിനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറി താമസിച്ചാൽ മതി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് അനന്യ സംസാരിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് പറഞ്ഞു, എൻ്റെ പൊന്നനന്യേ എത്രയൊക്കെ വന്നാലും അത് പ്രതീഷിൻ്റെ സ്വന്തം ചോരയാണ്, നീ അത് മറക്കരുത്. അവൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള ഒരു അവകാശമൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു അവകാശം നീ നിഷേധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അനന്യയോട് സംസാരിക്കുമ്പോഴും അനന്യയാണെങ്കിലോ നമ്മുടെ അനിരുദ്ധ് പറയുന്ന കാര്യങ്ങളൊന്നും ചെവിക്കൊള്ളാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും താൻ തൻ്റെ മകളെ അത് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ തീർത്ത ഒരു തീരുമാനം എടുത്ത് നമ്മുടെ അനന്യ അങ്ങനെ അവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. സുമിത്ര തൻ്റെ കയ്യിൽ വന്ന ആ രേഖകൾ അതെല്ലാം നഷ്ടപ്പെട്ടു. ആ ഒരു സങ്കടത്തിൽ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലോ ഇനി എന്ത് ചെയ്യും? താൻ എങ്ങനെയാണ് രഞ്ജിതയെ നേരിടുന്നത്? സത്യങ്ങളൊക്കെ തൻ്റെ മകളെ പറഞ്ഞ് ധരിപ്പിക്കണമെങ്കിൽ തൻ്റെ പക്കൽ തെളിവ് വേണം. അല്ലാതെ പൂജയോട് ഇനി ഒന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുമാത്രമല്ല ഇത്രയും വർഷക്കാലം രഞ്ജിത അടക്കി ഭരിച്ചു വെച്ചിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ അത് തിരികെ നേടണം. അത് നേടി തൻ്റെ മകൾക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ഇവളിങ്ങനെ ആലോചിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. സുമിത്ര അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ പ്രതീഷ് അങ്ങോട്ട് വന്ന പാടെ തന്നെ സ്വരമോൾ അവിടെ കുറച്ച് കളിസാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതീഷിനെ കണ്ടതും സ്വരമോൾ ചെറിയച്ച എന്നുള്ള രീതിയിൽ പ്രതീഷിനെ ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ പ്രതീഷിന് വലിയ സന്തോഷമാണ്.
സമയത്താണ് നമ്മുടെ സ്വരമോള് പ്രതീക്ഷിനെ ചിരിച്ചു കാണിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും പ്രതീക്ഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. അങ്ങനെ പ്രതീക്ഷ ആണെങ്കിൽ നേരെ പോയിട്ട് സ്വരമോളെ അങ്ങ് എടുത്തു. അപ്പൊ സുമിത്ര ഇതൊക്കെ കാണുകയാണ്. തൻ്റെ മകൻ എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്, സ്വരമോള് കാരണമാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നതെന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് നമ്മുടെ സുമിത്രയ്ക്ക് തോന്നിയതും സുമിത്രയ്ക്ക് വലിയ ആശ്വാസമായി. ഇനി എൻ്റെ മകനെ പഴയതുപോലെ എനിക്ക് തിരിച്ചു കിട്ടും, അവനെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ സുമിത്ര അവിടെ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ പ്രതീക്ഷ സ്വരമോളെ എടുത്തതിന് ശേഷം മോളോട് പറയുന്നുണ്ട്, മോള് അങ്കിളിനൊരു ഉമ്മ തന്നെയെന്ന് പറയുകയാണ്. അപ്പം മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ അങ്കിളിനെ. അതുകൊണ്ട് തന്നെ കൊച്ച് നമ്മുടെ പ്രതീക്ഷ അച്ഛനാണെന്ന് പോലും അറിയാതെ പ്രതീക്ഷിന് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം അച്ഛനും മകളും കൂടെ പ്രതീക്ഷ ശരിക്കും തന്നെ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്ന സുമിത്രയാണെങ്കിലോ സുമിത്രയ്ക്കും വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ ഇവരവിടെ അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കാര്യം അനന്യയുടെ കണ്ണിൽ പെട്ടു. അനന്യയാണെങ്കിൽ ഇത് കണ്ടിട്ട് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് സ്വരമോളെ അങ്ങ് ദേഷ്യത്തോടു കൂടി വിളിക്കുകയാണ്. അപ്പൊ സ്വരയാണെങ്കിലോ മമ്മി വിളിച്ചതും പെട്ടെന്ന് തന്നെ കൊച്ചിന് ചെറിയൊരു പേടിയൊക്കെ ആയി. അപ്പം സുമിത്രയാണെങ്കിൽ ഇവളെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മുടെ അനന്യയെ നോക്കുന്നൊക്കെ ഉണ്ട്. അനന്യയാണെങ്കിൽ വേഗം വന്നു കൊച്ചിനെ ഇങ്ങ് തട്ടിപ്പറിച്ചതുപോലെ എടുത്തിട്ട്, മോളെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തേന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ചീത്തയും പറഞ്ഞ് അതിനെ ആ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ചെറിയച്ഛൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് സ്വരമോൾ ഇങ്ങനെ അനന്യയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും മര്യാദക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളും കേട്ട് നിന്നോണമെന്നും പറഞ്ഞ് അങ്ങനെതാ അനന്യ ദേഷ്യപ്പെട്ട് കൊച്ചിനെയും എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ സുമിത്ര ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, അനന്യക്ക് എന്താണ് പ്രതീഷിനോട് ഇത്ര കണ്ട് ദേഷ്യം. സ്വരമോളെ പ്രതീക്ഷ കൊഞ്ചിക്കുന്നത് കാണുമ്പം അനന്യക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യമൊക്കെ സുമിത്ര ഇങ്ങനെ ആലോചിക്കുക. അപ്പം ഇവളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് പൂജ ഓഫീസിൽ നിന്നും മടങ്ങി വരുന്നതാണ്. അപ്പം അതാ വലിയ കാര്യത്തിന് നമ്മുടെ പങ്കജ് കൊണ്ടുവന്ന് പൂജയാക്കി. അപ്പം അതിനുശേഷം പങ്കജ് ബൈയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോയി. പിന്നെ നമ്മുടെ പൂജ അതാ നേരെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ സുമിത്ര ഇങ്ങനെ ഇരിക്കുകയാണ്. സുമിത്രയെ കണ്ട പാടെ തന്നെ രഞ്ജിത പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പൂജയാണെങ്കിലോ സുമിത്രയുടെ അടുത്ത് സംസാരിക്കാൻ ചെയ്യുന്നു. അമ്മ ഇന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ പോയായിരുന്നല്ലോ, ഞാൻ ഇന്ന് രഞ്ജിതയെ കാണാൻ പോയി എന്നുള്ള കാര്യം സുമിത്ര അവളോട് പറയുകയാണ്. ഇത് കേട്ട പാടെ തന്നെ, അല്ല അമ്മ എന്തിനാ വെറുതെ രഞ്ജിതാൻ്റെ വീട്ടിൽ പോയിട്ട് ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി, അമ്മ എന്തിന്റെ പേരിലാ രഞ്ജിതാൻ്റെ ഇങ്ങനെ വെറുക്കുന്നത്? രഞ്ജിതാൻ്റെ ഒരു തെറ്റും ഞങ്ങളോട് ചെയ്തിട്ടില്ല. അച്ഛനോടാണേലും എന്നോടാണേലും അതുപോലെ അമ്മയോടൊക്കെ ആണേലും രഞ്ജിതാൻ്റെക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇന്ന് രഞ്ജിതാൻ്റെ എത്രമാത്രം വിഷമിച്ചെന്ന് അമ്മയ്ക്ക് അറിയാവോന്ന് ചോദിച്ച് പൂജയാണെങ്കിൽ രഞ്ജിത അഭിനയിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പൂജയുടെ വായി വരുന്ന കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ സുമിത്രയ്ക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അപ്പൊ സുമിത്രയാണെങ്കിലോ കഴിഞ്ഞോ, നിന്റെ രഞ്ജിതയുടെ പുരാണമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? രഞ്ജിതാൻ്റെ ഒരിക്കലും എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. അമ്മ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ രഞ്ജിതയെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിലൊക്കെ പൂജ ഇങ്ങനെ സുമിത്രയോട് സംസാരിക്കുകയാണ്. അപ്പൊ സുമിത്രയാണെങ്കിൽ, പൂജ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും തൽക്കാലത്തേക്ക് രഞ്ജിത് ആൻറ്റിയോടും അതുപോലെ പങ്കജിനോടും ആ വീടിനോടുമുള്ള അടുപ്പം അത് ഞാൻ കുറയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സുമിത്രയുടെ മുഖത്ത് നോക്കി നമ്മുടെ പൂജ സംസാരിക്കുകയാണ്. അപ്പോൾ പൂജ ഇങ്ങനെ പറഞ്ഞതും സുമിത്രയാണെങ്കിലോ, മോളെ നിനക്ക് ഞാൻ പറയുന്നതൊന്നും ഇപ്പോൾ വിശ്വാസം ഇല്ലല്ലേ, നിനക്ക് നിന്റെ അച്ഛനെ വിശ്വാസമാണോ എന്ന് ചോദിച്ചു. അപ്പം പൂജയാണെങ്കിലോ, എനിക്ക് അച്ഛനെയും അമ്മയും ഒക്കെ വിശ്വാസം തന്നെയാണ്, പക്ഷേ രഞ്ജിതാൻ്റി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് സത്യം തന്നെയാണ്. അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നും രഞ്ജിതാൻ്റി നല്ലവളാണ് എന്നുള്ള രീതിയിലൊക്കെ പൂജ സംസാരിക്കുമ്പോഴാണെങ്കിലോ ശരിക്കും നമ്മുടെ സുമിത്ര തകർന്നു പോയി. ഇനിയൊന്നും തൻ്റെ മകളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവളെ തെളിവ് സഹിതം വിശ്വസിപ്പിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പം ഏറ്റവും വലിയൊരു തെളിവായിരുന്നല്ലോ പുള്ളിക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു ഡയറിയും നഷ്ടപ്പെട്ടു പോയി. അപ്പം ഡയറി ആണെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ കൈവശം ഇപ്പോൾ എത്തുകയും ചെയ്തു. അപ്പം രഞ്ജിതയാണെങ്കിൽ ഈ സമയത്ത് ഡയറിയൊക്കെ ഇവന്മാർ കൊണ്ടുവന്ന് രഞ്ജിതയുടെ കയ്യിൽ കൊടുത്തു. അത് കിട്ടിയ പാടെ തന്നെ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇത് നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ഇനി അവൾ ഇതിൻ്റെ പുറകെ അന്വേഷണത്തിന് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു തെളിവും തന്നെ കിട്ടാൻ പോകുന്നില്ല.
അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അരവിന്ദേട്ട നിങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് അരവിന്ദിൻ്റെ കയ്യിലേക്ക് ആ ഒരു ഡയറി എടുത്ത് കൊടുത്തു. അരവിന്ദൻ മണ്ടനാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരവിന്ദൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഡയറി നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടാണ് കുടുംബവിളക്കിൻ്റെ ഇനി വരുന്ന ആ ഒരു വിശേഷം കാണിക്കുന്നത്. അപ്പോൾ ദാ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.